എല്ലാവർക്കും ഇംഗ്ലീഷ് ഗ്രാമർ മെയ്ഡ് ഈസിയിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ഉത്തരത്തിൽ ആദ്യം എഴുതേണ്ടത് ചോദ്യത്തിലുള്ള സഹായക ക്രിയയാണ്. ആം, ഈസ്, ആർ, was, where, do, does, did, have, has, had, shall, should, will, would, can, could, may, might, must, dare, need, used, ought തുടങ്ങിയവയാണ് സഹായക ക്രിയകൾ അഥവാ ഓക്സിലറി വെർബ്സ്. ചോദ്യം പോസിറ്റീവ് ആണെങ്കിൽ സഹായക ക്രിയയുടെ കൂടെ നോട്ട് ചേർക്കണം. ചോദ്യം നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ചേർക്കരുത്. ചോദ്യത്തിൽ നോ, നോട്ട്, നോബഡി, നത്തിങ്, നെയ്തർ, നൺ, നെവർ, നോവെയർ, ഹാർഡ്ലി, scarcely, rarely, few, little, seldom തുടങ്ങിയവ വന്നാൽ ചോദ്യം നെഗറ്റീവായിരിക്കും. ഇത്തരം വാക്കുകൾ ഇല്ലാത്ത ചോദ്യം പോസിറ്റീവായിരിക്കും. ചോദ്യത്തിൽ എ ഫ്യൂ, എ ലിറ്റിൽ ഇവ വന്നാലും പോസിറ്റീവായിരിക്കും. ഉത്തരം എഴുതുമ്പോൾ ആദ്യം ചോദ്യത്തിലുള്ള സഹായക ക്രിയ എഴുതിയ ശേഷം സബ്ജക്റ്റിന് അനുയോജ്യമായ മാറ്റം വരുത്തി അതും എഴുതണം. ഉത്തരത്തിന് ശേഷം അവസാനം ചോദ്യചിഹ്നം ഇടാൻ മറക്കരുത്. ഉത്തരത്തിൻ്റെ സബ്ജക്റ്റ് ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ, ദേർ, വൺ ഇവയിൽ ഏതെങ്കിലും ആയിരിക്കണം. ചില സഹായക ക്രിയയോടുകൂടെ നോട്ട് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആമിനോടുകൂടെ നോട്ട് ചേർത്താൽ ആമിൻ്റെ അല്ല ആറിൻ്റെ ആണ്. ഷാൽ പ്ലസ് നോട്ട് സമം ഷാലിൻ്റെ അല്ല ഷാണ്ടാണ്. വിൽ പ്ലസ് നോട്ട് സമം വോണ്ട്. യൂസ് ദ പ്ലസ് നോട്ട് സമം ഡിഡിൻ്റെ. ബാക്കിയുള്ള സഹായക ക്രിയകളോട് നോട്ട് ചേർക്കുമ്പോൾ അവസാനം എൻ ടി ചേർത്താൽ മതി. ചോദ്യത്തിലെ സബ്ജക്റ്റ് ഐ, യു, വി, ഹി, ഷീ, ഇറ്റ്, ദേ, ദേർ, വൺ ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. ചോദ്യത്തിലെ സബ്ജക്റ്റ് എവരി വൺ, എവരിബഡി, എനിവൺ, anybody, someone, somebody, no one, nobody ഇവയിൽ ഏതെങ്കിലുമായാൽ ഉത്തരത്തിൽ ദേ ആണ് എഴുതേണ്ടത്. ഇനി നമുക്ക് സബ്ജക്റ്റ് മാറ്റുന്ന വിധം പരിശോധിക്കാം. രാജു, ഇവിടെ സബ്ജക്റ്റായിട്ട് രാജു വന്നതുകൊണ്ട് രാജു ആണായതിനാൽ ഹി എന്നെഴുതുന്നു. റാണി വന്നാൽ റാണി പെണ്ണായതിനാൽ ഷീ എന്നെഴുതുന്നു. മൃഗത്തിൻ്റെ പേര് വന്നാൽ മൃഗം, വസ്തു, സ്ഥലം, സാധനം എന്നിവ വന്നാൽ ഇറ്റ് എഴുതാം. ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ വന്നാൽ ദേ എഴുതുന്നു. അസ് വന്നാൽ വി ആണ് എഴുതേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പരിശോധിക്കാം. 1. ഐ ആം എ പോലീസ്മാൻ. ആദ്യം പറഞ്ഞ പ്രകാരം ചോദ്യം വായിച്ച് നോക്കിയിട്ട് ചോദ്യത്തിലുള്ള സഹായക്രിയ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. ഇവിടെ ആം ആണ് സഹായക്രിയ. ചോദ്യം പോസിറ്റീവ് ആയതിനാൽ ആമിനോട് നോട്ട് ചേർത്ത് ആറിൻ്റെ എന്നെഴുതുന്നു. സബ്ജക്റ്റ് ഐ ആയതിനാൽ ഐ എടുത്തെഴുതി. ഉത്തരം ആറിൻ്റെ ഐ. ചോദ്യം നമ്പർ 2. They have a car.
സഹായകരെ ഹാവാണ്. ചോദ്യം പോസിറ്റീവായതിനാൽ എൻഡ് ചേർത്ത് ഹാവിൻ്റെ എന്ന് എഴുതുന്നു. ചോദ്യത്തിലെ സബ്ജക്റ്റ് ദേ ആയതുകൊണ്ട് ഉത്തരത്തിലും അത് തന്നെ എടുത്തെഴുതുന്നു. ഉത്തരം ഹാവിൻ്റെ ദേ. ചോദ്യം 3. റാണി ഈസ് നോട്ട് ഹിയർ. ഇവിടെ സഹായകരെ ഈസാണ്. ചോദ്യത്തിൽ നോട്ട് ഉള്ളത് കൊണ്ട് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. അതിനാൽ എൻ ടിയുടെ ആവശ്യം ഇല്ല. ഇവിടെ എൻ അറിയാണ്ട് എഴുതിയതാണ്, അത് ഒഴിവാക്കണം. ഉത്തരം ഈസ് ഷീ. ചോദ്യം 4. ഹിസ് പേരൻസ് ആർ എബ്രോഡ്. സഹായകരെ ആറാണ്. ചോദ്യം പോസിറ്റീവായതിനാൽ ആറുണ്ടെന്ന് എഴുതുന്നു. സബ്ജക്റ്റ് ഹിസ് പേരൻസ്. പേരൻസ് എന്നുള്ളത് ഒന്നിൽ കൂടുതലായതിനാൽ അത് ദേ എന്ന് എഴുതുന്നു. ഉത്തരം ആറിൻ്റെ ദേ. ചോദ്യം 5. ദ ഡോഗ് വിൽ അറ്റാക്ക് ഹിം. സഹായകറിയ വില്ലാണ്. ചോദ്യം പോസിറ്റീവായതിനാൽ വിൽ നോട്ട് ചേർത്താൽ വോണ്ട് എന്നാകുന്നു. ദ ഡോഗ് എന്നുള്ളത് മൃഗമായതിനാൽ ഇറ്റ് എഴുതുന്നു. ഉത്തരം വോണ്ട് ഇറ്റ്. രാജു ഹാസ് ലിറ്റിൽ മണി വിത്ത് ഹിം. ഇവിടെ സഹായകരെ ഹാസ് ആണ്. ചോദ്യത്തിൽ ലിറ്റിൽ വന്നതുകൊണ്ട് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. ആയതിനാൽ ഹാസിനോട് കൂടെ എൻ ടിയുടെ ആവശ്യമില്ല, ഹാസ് തന്നെ എഴുതുന്നു. സബ്ജക്റ്റ് രാജു ആയതിനാൽ ആണായതിനാൽ ഹി എന്ന് എഴുതുന്നു. ഉത്തരം ഹാസ് ഹി. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒന്നാമത്തെ മോഡൽ പഠിച്ചിരിക്കുകയാണ്. വരും ഭാഗങ്ങളിൽ ബാക്കി ഭാഗങ്ങൾ കൂടെ നമുക്ക് പഠിക്കാം. എല്ലാവർക്കും ബൈ.